ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഒരു അഭിപ്രായം പറഞ്ഞു തരുമോ പെണ്ണേ? ഈ യാത്രയിൽ ഞാനാകെ സങ്കടത്തിലായി പോയി എന്ന് മുത്തുനബി പറഞ്ഞത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോടുള്ള പരിഗണനയാണ്. ഈ ലോകത്തിലും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞു പോകുന്ന സമയത്ത് അവിടുത്തെ മനസ്സിലെ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന് എന്തായിരുന്നു എന്നറിയുമോ? മദീനക്ക് സങ്കടം വഫാത്താണ്. സഹാബത്തിന്റെ സങ്കടം തിരുദൂതരുടെ പനി പിടിച്ചുള്ള ഈ കിടത്താണ്. വന്നസ്റായീലെന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈന്റെ റൂഹെടുക്കാൻ, വന്നസ്റായീലെന്നൊരു നാളിൽ ജദ്ദുൽ ഹുസൈന്റെ റൂഹെടുക്കാൻ, ഫാത്തിമ ബീവിതൻ ഖൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണയ്ക്കാൻ, ഫാത്തിമ ബീവിതൻ ഖൽബിൽ മിന്നും പൊന്നും പ്രഭയാം നൂറണയ്ക്കാൻ. മുത്തുനബിന്റെ വഫാത്ത് ദിനത്തിൽ സങ്കടമായ മദീനയല്ലോ, മുത്തുനബിന്റെ വഫാത്ത് ദിനത്തിൽ സങ്കടമായ മദീനയല്ലോ, പൊട്ടിക്കരഞ്ഞു കണ്ണീരായി പ്രിയമക്കൾ കരയുന്നല്ലോ. മദീനയുടെ തിരുമുമ്പിലുള്ള എല്ലാവരുടെയും സങ്കടം ആ മുത്തു ഹബീബിന്റെ കിടത്തയാണ്, അവിടത്തെ വിട പറയലാണ്, അവിടത്തെ ശരീരം അങ്ങനെ കിടക്കുന്നതാണ്, താങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സങ്കടമോ അവിടെന്ന് പറയുകയാണ്, അന്നിസാ അന്നിസാ, സ്ത്രീകളുടെ വിഷയം, സ്ത്രീകളുടെ കാര്യം, തന്റെ ഭാര്യമാരുടെ വിഷയത്തെ ഓർത്ത് സങ്കടപ്പെടുന്നത് പോലെ സഹാബികളെ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളോടൊപ്പം സന്തോഷവും സങ്കടവും പങ്കിടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളുടെ വിഷയത്തിൽ നിങ്ങൾ പടച്ചവനെ പേടിക്കണേ. അസ്രായീൽ വരുന്ന ആ ഒരു സമയത്ത് പോലും തന്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് ഗൗരവത്തോടെ സൂചന കൊടുത്തു മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു യന്ത്രം മാത്രമല്ല, നമ്മുടെ മക്കളെ പ്രസവിക്കാനുള്ള ഒരു മിഷൻ മാത്രമല്ല, ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയം വരെ ഒരു തണലായി, താങ്ങായി, ഇണയായി, തുണയായി കൂടെ നിൽക്കേണ്ടവരാണ് പരസ്പരം. അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം